നമസ്കാരം. ഈ അടുത്തിടെയായി പ്രവാസികളുടെ നെഞ്ചിൽ തീ കോരിയിടുന്ന ഒരുപാട് വാർത്തകൾ നാം കണ്ടു. പ്രത്യേകിച്ച് വിമാന അപകടങ്ങളുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ വർഷം ദക്ഷിണ കൊറിയയിലെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 181 പേരുമായി യാത്ര ചെയ്ത വിമാനം തകർന്ന് 179 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം കാനഡയിലെ ഹാലിഫാക്സ് വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനത്തിന് തീപിടുത്തം. റൺവേയിലേക്ക് പറന്നിറങ്ങിയ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ തകർന്നതായിരുന്നു അപകട കാരണം. തകർന്ന ലാൻഡിംഗ് ഗിയർ റൺവേയിൽ തൊട്ടതോടെ തീ പിടിക്കുകയായിരുന്നു. പിന്നീട് നാം കണ്ടത് അസർബൈജാൻ എയർലൈൻസ് വിമാന അപകടമായിരുന്നു. ഇത് ലോകത്തെ നടുക്കിയ മറ്റൊരു ദുരന്തം തന്നെയായിരുന്നു. റഷ്യയിൽ ഇറങ്ങേണ്ടിയിരുന്ന അസർബൈജാൻ എയർലൈൻസ് വിമാനം കസാക്കിസ്ഥാനിൽ ക്രാഷ് ലാൻഡ് ചെയ്തതിനെ തുടർന്ന് നിരവധി പേർ മരണപ്പെട്ടു. അക്തൌവിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് വിമാനം തകർന്നത്. ഏറ്റവും ഒടുവിലായി കേട്ടത് വിമാനയാത്രക്കിടെ ആകാശത്ത് വെച്ച് സീറ്റ് ഇളകിയതായിരുന്നു. ഡൽഹി ലക്നൌ ഇൻഡിഗോ വിമാനത്തിലായിരുന്നു സംഭവം. ഈ അനുഭവം സോഷ്യൽ മീഡിയയിലൂടെ ഒരു യാത്രക്കാരൻ പങ്കുവച്ചിരുന്നു. പിന്നാലെ ഖേദം പ്രകടിപ്പിച്ച് ഇൻഡിഗോ അധികൃതർ രംഗത്തെത്തി. ആകാശത്ത് വെച്ചുണ്ടായ മിനി ഹാർട്ട് അറ്റാക്ക് എന്നാണ് യുവാവ് വിമാനത്തിലെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞത്. ഇത്തരമൊരു അനുഭവം ആദ്യമായിട്ടായിരുന്നുവെന്നും വിമാനം പറന്നുയർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ സീറ്റിന് ചെറിയൊരു ഇളക്കമുണ്ടായെന്നും ഒരു നിരയിലെ 3 സീറ്റുകൾ ഒരുമിച്ച് പിന്നിലേക്ക് പോയെന്നുമായിരുന്നു യുവാവിന്റെ വാക്കുകൾ. കൂടാതെ സീറ്റുകൾ മുന്നിലേക്കും പിന്നിലേക്കും ആടുന്ന നിലയിലായിരുന്നുവെന്നും പറയുന്നുണ്ട്. അതേസമയം സീറ്റുകളുടെ ലോക്കിംഗ് സംവിധാനത്തിൽ അസാധാരണമായുണ്ടായ പിഴവാണ് കാരണമെന്നാണ് ഇൻഡിഗോ അധികൃതർ നൽകിയ വിശദീകരണം. വിമാനാപകടങ്ങൾ ലോകത്തെ വിട്ടൊഴിയുന്നില്ല. അത്തരത്തിലൊരു വിമാനാപകടമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലണ്ടനിലെ ഹെല്ലിംഗ്ടൺ ബറോയിലെ ഹെയ്സിലുള്ള നോർത്ത് ഹൈറ്റ് ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് 16,000-ലധികം വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും 150-ലധികം ആളുകളെ ഒഴിപ്പിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വൈദ്യുതി സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളം അടച്ചതായിട്ടാണ് വിവരം. ഇന്ന് അർദ്ധരാത്രി വരെയാണ് വിമാനത്താവളം അടച്ചിടുക. ഈ സംഭവത്തെ തുടർന്ന് കുറഞ്ഞത് 120 വിമാനങ്ങളെങ്കിലും തിരിച്ചുവിട്ടിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് ഹീത്രൂ വിമാനത്താവളത്തിലേക്കുള്ള വിമാനത്തിന്റെ യാത്ര മുടങ്ങിയതായി എയർ ഇന്ത്യ അറിയിച്ചു. ഇതിനു പുറമെ ഇന്ന് ലണ്ടനിലേക്ക് ഹീത്രൂ വിമാനത്താവളത്തിലേക്ക് പോകേണ്ടിയിരുന്ന എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയതായി എയർ ഇന്ത്യ പറയുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള മറ്റൊരു വിമാനം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് തിരിച്ചുവിട്ടു. യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എപ്പോൾ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് വ്യക്തതയില്ലെന്നും അധികൃതർ പറയുന്നുണ്ട്. ബ്രിട്ടീഷ് എയർവൈസ്, എയർ ഇന്ത്യ എന്നീ വിമാനങ്ങൾ തിരിച്ചുവിട്ടതായി അധികൃതർ അറിയിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. തീപിടുത്തത്തെ തുടർന്ന് അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല. യാത്രക്കാരോട് ഹീത്രൂ വിമാനത്താവളത്തിലേക്ക് വരരുതെന്നും കൂടുതൽ വിവരങ്ങൾക്ക് അതത് എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി വൈദ്യുതി എപ്പോഴാണ് പുനഃസ്ഥാപിക്കുന്നു എന്നതിനെക്കുറിച്ചും കൃത്യമായ വിവരമൊന്നും ലഭ്യമല്ല. സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തം ആയിരക്കണക്കിന് വീടുകളിലെ വൈദ്യുതി ബന്ധം താറുമാറാക്കിയിരുന്നു. തീ അണയ്ക്കുന്നതിനായി 10 ഫയർ എഞ്ചിനുകളും 70 അഗ്നിരക്ഷാ ജീവനക്കാരും സ്ഥലത്തുണ്ട് എന്നാണ് അറിയുന്നത്. വരും ദിവസങ്ങളിൽ കാര്യമായ തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നതായും വിമാനത്താവളം വീണ്ടും തുറക്കുന്നതുവരെ യാത്രക്കാർ ഒരു സാഹചര്യത്തിലും വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യരുതെന്നും അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട്. 2024 അവസാനത്തിലും 2025 തുടക്കത്തിലും എല്ലാം ഇങ്ങനെ നിരന്തരം വിമാനാപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിമാനാപകടങ്ങൾ ലോകത്തെ വിട്ടൊഴിയുന്നില്ല. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.